Hello dear friends, Namaste. Today we are screening an interview with one of the dynamic political leaders of modern Kerala. He is V.D. Satheeshan, serving as the leader of the opposition in the Kerala Legislative Assembly. He is a senior leader of the Indian National Congress and has been a member of the Legislative Assembly representing the Paravur constituency in Ernakulam district since 2001. Satheeshan is known for his articulate and dynamic leadership style, often engaging in critical debates and holding the ruling government accountable on various issues. His political career has been marked by a focus on issues such as environmental protection, social justice, and governance reform. He succeeded Ramesh Chennithila as the leader of the opposition in 2021, a role that positions him as the primary voice of the opposition against the ruling Left Democratic Front government in Kerala. Satheeshan's leadership is noted for his emphasis on modernizing the party's approach, encouraging greater youth participation, and addressing contemporary issues faced by the state. Beyond politics, V.D. Satheeshan, a voracious reader, has been involved in various social and community initiatives, further solidifying his reputation as a leader committed to the welfare of the people of Kerala. V.D. Satheeshan is being interviewed by our project manager, Fasana Fatima. Believe me, this is a maiden attempt at interviewing. Please watch and send us your comments via YouTube. ഭാവികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി നമ്മുടെ വിശിഷ്ടനായ V.D. സതീശൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ സാർ എന്ന രാഷ്ട്രീയ നേതാവിനെ അല്ല, സാർ എന്ന വ്യക്തിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ സാറിൻ്റെ ബാല്യകാലം മുതൽ തുടങ്ങാം. എങ്ങനെയായിരുന്നു അത്? ഞാൻ നാട്ടുമ്പുറത്ത് എറണാകുളം ജില്ലയിൽ നെറ്റൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററോളം അപ്പുറത്തുള്ളൊരു സ്കൂളിൽ, പനങ്ങാട് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ആദ്യം നെറ്റൂരിലെ ഒരു വീടിനടുത്തുള്ളൊരു സ്കൂളിൽ ഒരു 6ാം ക്ലാസ് വരെ പഠിച്ചു. അവിടെ നിന്ന് 7ാം ക്ലാസ് മുതൽ ഈ പനങ്ങാട് ഹൈസ്കൂളിലാണ് പഠിച്ചത്. രണ്ടും ഗ്രാമമായിരുന്നു. സാധാരണക്കാരായ കുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പനങ്ങാട് ഹൈസ്കൂളിൽ എനിക്ക് തോന്നുന്നത് 4000-ഓളം കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ SSLC ഡിവിഷൻ തന്നെ 10-12 ഡിവിഷനുണ്ട്. അത്രമാത്രം കുട്ടികൾ ഉണ്ടാവും. വളരെ സാധാരണക്കാരുടെ ഇടയിൽ അവരോടൊപ്പം നടന്ന്, ചെരുപ്പില്ലാതെ നടന്ന്, കൂർത്ത കല്ലുകളുള്ള സ്ഥലത്ത് ആരും ചെരുപ്പിടാറില്ല അന്ന്. അപ്പോൾ എനിക്കും ചെരുപ്പ് വാങ്ങിച്ചു തരില്ല. സൈക്കിള് ആകെ 2-3 കുട്ടികൾക്കേ ഉള്ളു. അപ്പോൾ കൂട്ടുകൂടി പോകുന്നതുകൊണ്ട് സൈക്കിൾ വാങ്ങിച്ചു തരില്ല. സൈക്കിളും ഇല്ലായിരുന്നു. നഗ്നപാതനായി കൂർത്ത കല്ലുകൾ ചവിട്ടിയിട്ടാണ് നടന്നു പോയത്. അത് കാരണം കാലിൻ്റെ മസിലിനൊക്കെ നല്ല ബലമാണ് അന്നത്തെ നടപ്പിൻ്റെ. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി നടക്കും. കൂട്ടുകാരൊത്ത് കമ്പനിയായിട്ട് പോകും. വഴിയിൽ കാണുന്ന മാവിനൊക്കെ നന്നായിട്ട് മാങ്ങയൊക്കെ കല്ലെറിഞ്ഞ് വീഴ്ത്തും. നല്ല ഉന്നായിരുന്നു എന്ന് എൻ്റെ കൂട്ടുകാരെപ്പോഴും എന്നോട് പറയും. അങ്ങനെ രസകരമായ ഒരുപാട് ഓർമ്മകളുള്ള ഒരു ബാല്യകാലമാണ് എനിക്കുണ്ടായിരുന്നത്. കുറേ കൂടെ ഫ്രീഡം വീട്ടിൽ തന്നിരുന്നു. നമ്മുടെ കസിൻസായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടുള്ള കുട്ടികൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കറങ്ങും. ഗ്രാമത്തിൽ നടക്കുന്ന കലാപരിപാടികൾ കാണാൻ പോകും. അന്ന് നടക്കുന്ന പ്രൊഫഷണൽ നാടകങ്ങൾ, ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ നടക്കുന്ന കഥാപ്രസംഗങ്ങൾ, കലാമത്സരങ്ങൾ, പ്രസംഗ മത്സരങ്ങൾ, ഇതിനൊക്കെ പോകും. ഇതിനൊക്കെ പങ്കെടുക്കും. അങ്ങനെ കറങ്ങി നടക്കും. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒക്കെ പഠിക്കും. അങ്ങനെയായിരുന്നു ബാല്യകാലം. രസകരമായിരുന്നു ബാല്യകാലം. ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും പിന്നെ പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പം സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും ടീച്ചർമാരൊക്കെ എങ്ങനെയായിരുന്നു? വളരെ സൗഹൃദത്തിലായിരുന്നു. ഒന്നാമത്തെ എല്ലാം വീട്ടുകാരെ പരിചയമുള്ളവരായിരുന്നു.
അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അനങ്ങിയാൽ അപ്പോൾ വീട്ടിൽ അറിയുമായിരുന്നു. എന്നാലും അവരൊക്കെ ആയിട്ട് നല്ല ബന്ധവും നല്ല പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ഒക്കെ ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപിക തൊട്ട് ക്ലാസ് ടീച്ചറായിരുന്ന എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ക്ലാസ് ടീച്ചർ കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. പ്രായമായിട്ടാണ് മരിച്ചത്. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. മകൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ ഒരു പഠിപ്പിച്ച കാലത്തെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് അധ്യാപകരായിട്ടൊക്കെയുള്ള എല്ലാ ബന്ധമുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ ആദ്യം അവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്നത്. ഞാൻ എൻ്റെ മാത്സ് ടീച്ചറെല്ലാം വിചാരിച്ചത് ഞാൻ എൻജിനീയറിങ്ങിന് പോകുമെന്നാണ് കരുതിയത്. പക്ഷെ എനിക്ക് ലോ കോളേജിൽ പോകാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ ആർട്സ് ഗ്രൂപ്പിലേക്ക് മാറിയപ്പോൾ എൻ്റെ മാത്സ് ടീച്ചർ കരുതെന്നാണ് പറഞ്ഞത്. കാരണം അന്നൊക്കെ വളരെ അപൂർവ ആളുകളാണ് എൻജിനീയറിങ്ങിന്, പ്രത്യേകിച്ച് ഗ്രാമീണ സ്കൂളിൽ നിന്നൊക്കെ മെഡിസിനൊക്കെ വല്ല കാലത്താണ് ആര് പോകുന്നത്. 2-3 കൊല്ലം പോകുമ്പോഴാണ് ഒരു എൻജിനീയറിങ്ങിന് ഒരാൾ പോകുന്നത്. അപ്പം 5 എൻജിനീയറിംഗ് കോളേജ് 6 എൻജിനീയറിംഗ് കോളേജ് ഉള്ളെന്ന്. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ പോകാൻ സാധ്യതയുള്ള ഒരാൾ ആർട്സ് ഗ്രൂപ്പ് എടുത്ത് മാറിയപ്പോൾ അന്നത് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായപ്പോഴും അവർക്ക് പേടിയായിരുന്നു എൻ്റെ പഠിത്തം തടസ്സപ്പെടുമെന്ന്. പിന്നീട് ഞാൻ അഭിഭാഷകനായി രാഷ്ട്രീയത്തിലൊക്കെ തുടർന്ന് MLA ഒക്കെ ആയപ്പോൾ ആ അധ്യാപകർക്കും അന്നുണ്ടായിരുന്ന സഹപാഠികൾക്കും ഒക്കെ വലിയ സന്തോഷവും ഞാൻ അവരെല്ലാം എനിക്ക് ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, സ്കൂളിൽ പഠിച്ചിരുന്നവരൊക്കെ ആയിട്ട്. ഇപ്പോൾ സ്കൂൾ സമയത്ത് ഏറ്റവും ഓർമ്മയുള്ള എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടോ? അല്ല, ഓർമ്മയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ എന്നെ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലേക്ക് കൊണ്ടിരുത്തും. ഞാനെപ്പോഴും ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എല്ലാവരും വന്നിങ്ങനെ നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അടിയിൽ ഒരു നോവൽ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോവൽ അപ്പോൾ അങ്ങനെ ആരും കാണാതെ വായിക്കാനുള്ള കൗശലമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ അത് കണ്ടുപിടിച്ചു. അദ്ദേഹം ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഇൻസൾട്ടാണ്, അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് വേറൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ശകാരിച്ചു. മേലെ ചെയ്യരുത്, അത് അധ്യാപകന് ഹർത്താവും, വേദനിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അദ്ദേഹം തൊണ്ടകീറി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നെന്ന് പറയുന്നത് ഗുരുതരമായ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് ക്ലാസ്സിൽ വെച്ച് തന്നെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു 4 മണിക്ക് കാണണം എന്ന് പറഞ്ഞു, സ്റ്റാഫ് റൂമിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിക്ക് ഞാൻ ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് കൂടുതൽ ശിക്ഷ എന്തെങ്കിലും തരാതായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുക, അതായത് ഏറ്റവും പേടി കുഴപ്പമുണ്ടാക്കുക. പക്ഷേ ഈ അധ്യാപകൻ എന്നെ ചെയ്തത് പൊടി പിടിച്ചിരുന്നിരുന്ന സ്കൂൾ ലൈബ്രറിയിലെ, വലിയ ലൈബ്രറി ഒന്നുമല്ല, ചെറിയ ലൈബ്രറിയാണ്, ഒരു 4-5 അലമാരയുണ്ട്. എന്നിട്ട് അത് അങ്ങനെ ആരും വായിക്കാറൊന്നുമില്ല. എന്നോട് പറഞ്ഞ് നിനക്ക് വായിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ക്ലാസ്സിലിരുന്നല്ല വായിക്കേണ്ട, വീട്ടിൽ പോയിരുന്ന് വായിച്ചോളാം, പഠിക്കണ സമയം കഴിഞ്ഞ് രാത്രി ഇരുന്ന് വായിച്ചോളാം. അദ്ദേഹം തന്നെയാണ് എൻ്റെ ലൈബ്രറിയെ പൂട്ടിയിട്ടാകൽ വെച്ചിട്ട്, നിനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടുന്ന് ഏത് പുസ്തകം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ, എൻ്റെ മടിയിൽ, മുണ്ടുടുക്കല്ല അധ്യാപകൻ, എൻ്റെ മടിയിൽ ലൈബ്രറിയുടെ ഇതിൻ്റെ എല്ലാം അതിൻ്റെ താക്കോലുണ്ട്. എപ്പോൾ അപ്പം ഞാൻ എപ്പോഴും പോയി എടുക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ സ്കൂൾ ലൈബ്രറിയുടെ ഒരു 3/4 ഭാഗത്തോളം പുസ്തകങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പ്രോത്സാഹനം അപ്പോൾ വായിച്ചതിനെ കുറിച്ച് എന്നോട് പറയണമെന്ന് പറയും. അപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്, എന്തൊരു അധ്യാപകനായിരുന്നു. ക്ലാസ്സിൽ വെച്ച് ഇത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായി, അദ്ദേഹം ശകാരിച്ചു. പക്ഷേ എന്നോട് വായനയുടെ ലോകത്തേക്ക് എന്നെ ശരിക്കും പറഞ്ഞാൽ കൈപിടിച്ച് കയറ്റുമായിരുന്നു. ഞാനിപ്പോഴും ആ അധ്യാപകനെ കുറിച്ച് മനസ്സിൽ സ്മരിക്കും. KMD നമ്പ്യാർ എന്നായിരുന്നു ആ അധ്യാപകത്തിൻ്റെ പേര്. സംസ്കൃത അധ്യാപകനായിരുന്നു. അദ്ദേഹം സംസ്കൃതം എടുക്കാനല്ല ക്ലാസ്സിൽ വന്നത്, സ്പെഷ്യൽ പീരീഡിലാണ് വന്നത്. അദ്ദേഹം പിന്നെ എന്നെ പിന്നീട് പ്രസംഗ മത്സരങ്ങളിലൊക്കെ കൊണ്ടുപോകും. ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിന്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് എൻ്റെ ടിക്കറ്റ് കൂടി എടുത്ത് എന്നെ ബസ്സിലൊക്കെ കയറ്റി, അങ്ങനെ വള്ളത്തിലൊക്കെ കയറ്റി ദൂരേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ എനിക്കത് വലിയ ഓർമ്മയാണ്. എനിക്കത് ഞാനിപ്പോഴും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ ഒരു അധ്യാപകൻ്റെ ഒരു നന്മയെക്കുറിച്ച്, അധ്യാപകർക്ക് എത്ര ഭംഗിയായിട്ട് കുട്ടികളെ അവരെ കൈപിടിച്ച് ഒരുപാട് പുതിയ കാലത്തേക്കും പുതിയ ലോകത്തിലേക്കും അറിവിൻ്റെ ലോകത്തിലേക്കൊക്കെ കൈപിടിച്ചു കൊടുക്കാൻ പറ്റുന്ന എത്ര ഇൻഫ്ലുവൻസേഴ്സാണ് അവർ കുട്ടികളുടെ ഇതിൽ. എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നൊരു അധ്യാപിക ഉണ്ടായിരുന്നു. അവ എന്നോട് പറയും എല്ലാ ഞായറാഴ്ചയും നഖം വെട്ടണമെന്ന് പറയും. നഖം വെട്ടണം എല്ലാ ഞായറാഴ്ച. ഞങ്ങളെല്ലാം അന്ന് ഞായറാഴ്ച ഒന്ന് നഖം വെട്ടും. ഇപ്പം നമ്മൾ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഞായറാഴ്ച നഖം വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ വരും വിരലിൻ്റെ തുമ്പിൽ. എന്നിട്ട് അപ്പം ആ ടീച്ചറെ ഓർക്കും. ശരിക്കും ഒരു കാര്യം പറഞ്ഞാണ്,
2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ ദശകങ്ങളായിട്ട് നമ്മളത് കീപ്പ് ചെയ്യണം. ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ നഖം വെട്ടണം. നഖം ചിലപ്പോൾ പറ്റാറില്ല, തിരക്കിലോ വല്ല വെള്ളത്തിലോ എവിടെയെങ്കിലുമൊക്കെയാണ്. പക്ഷെ അപ്പോഴും നമ്മളത് ഓർക്കും, ആ ടീച്ചറെ ഓർക്കും. അപ്പം അധ്യാപകർക്ക് അവർ നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പറ്റുന്നവരാണ് അധ്യാപകരെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം നോവൽ വായിച്ച് ടീച്ചറെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് അല്ലെങ്കിൽ വായനയിലേക്ക് ആദ്യം വരുന്നത്? അത് ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റുന്ന സമയത്തും പത്രം വായിക്കും. വീട്ടിലെ ഒരു പത്രം വരുത്തും. അടുത്ത വീട്ടിൽ പോയിട്ട്, ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് വേറൊരു പത്രം അവരോട് വരുത്താൻ പറയും, സ്വാധീനിച്ചിട്ട്. അങ്ങനെ 2-3 പത്രം വായിക്കും. ഒരു വീട്ടിൽ ഒരു പത്രത്തിൽ കൂടി പത്രം വരുത്തുന്നതിന് വലിയ കാര്യമാണെന്ന്. ഒരു വീട്ടിലൊരു പത്രം ഉണ്ടാവില്ല. അപ്പോൾ ബന്ധുക്കളുടെ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് 2-3 പത്രങ്ങൾ വായിക്കും. പത്രങ്ങൾ വായിച്ചാണ് തുടങ്ങിയത്. ഞാൻ പത്രത്തിലെല്ലാം വായിക്കും. രാഷ്ട്രീയവും സാംസ്കാരികവും സിനിമയും സ്പോർട്സും അരിച്ചു പറക്കി വായിക്കുമായിരുന്നു. പത്രം വായിക്കുകയായിരുന്നു. അത് പിന്നെ ഒരു വായനയിലേക്ക്. പിന്നെ അമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. മടിയിൽ കിടത്തി പുരാണ കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ കഥകളൊക്കെ കേട്ട്, അത് അമ്മമാരുടെ കഥ പറച്ചിലാണ്. അവരൊന്നും വലിയ സ്കോളേഴ്സൊന്നും ആയിരുന്നില്ല. പക്ഷെ അവർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയ കഥകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അവരൊരു അനുഷ്ഠാനം പോലെയാണ് അത് ചെയ്തിരുന്നത്. അത് അമ്മയുടെ മടിയിൽ കിടന്നാണ് ആ കഥകൾ കേട്ടിട്ടുള്ളത്. ആ കഥകൾ കേട്ടതാണ് വായനക്കാരനാകാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. വായന ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത, ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നായി ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. അതാണ് ഏറ്റവും സന്തോഷവും നമുക്കൊരു സംതൃപ്തിയും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായനയാണ്. വായനയുടെ ലോകത്തേക്ക് അങ്ങനെയാണ് വന്നത്. ഈ തിരക്കിട്ട സമയത്തും ഈ വായന ഇപ്പോഴും ശീലിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതും എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി അന്ന് കൊച്ചിൻ പോർട്ടേഴ്സ് ചെയർമാനായിരുന്നു, പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ജയചന്ദ്രൻ സാറിനെ ക്ഷണിക്കാം. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട്, അപ്പം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി, സംസാരിച്ചപ്പോൾ വായിക്കുക. അപ്പം എന്നെ പ്രോത്സാഹിപ്പിച്ചു, വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, ഇതുപോലെ മോക്ക് തോന്നിയതുപോലെ. ഞാൻ ചോദിച്ചു, എന്തൊരു തിരക്കാണ് സാറിന്, എത്ര മാത്രമാണ് വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ 2-3 പ്രസംഗങ്ങളിലൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഏറ്റവും തിരക്കുള്ള ആളുകളാണ്. എന്നിട്ട് കുറേ ആളുകളുടെ പേര് പറഞ്ഞു. അതിൽ ഗാന്ധിജിയുടെ പേരുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുണ്ടായിരുന്നു, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പേരുണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട്, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പേര് എന്നോടന്ന് പറഞ്ഞു. ഒരുപാട് ലോക നേതാക്കന്മാരുടെ, എഴുത്തുകാരുടെ തിരക്കുള്ള ആളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വായന എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ മാനേജ്മെൻറ്റാണ്, നമ്മുടെ പ്രയോറിറ്റിയാണ്, നമ്മുടെ മുൻഗണനയാണ്. അപ്പം ഞാനത് വളരെ ശ്രദ്ധിച്ച് അന്ന് മുതൽ ഏത് തിരക്കിൻ്റെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കാലമാണ്. ഒരുപക്ഷെ ഞാൻ 3 മണിക്കൂറും 4 മണിക്കൂറൊക്കെ എനിക്ക് മിക്ക ദിവസങ്ങളിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നിരന്തരമായ യാത്രയാണ്. പക്ഷേ ഉറക്കം മാറ്റി വെച്ചിട്ടാണെങ്കിലും ഞാൻ വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അത്രയും പേജ് വായിക്കും. ഇപ്പോൾ ഒരു പുസ്തകം തുറന്നാൽ ചിലപ്പോൾ മലയാളമാണെങ്കിൽ 100 പേജ് വായിക്കാൻ പറ്റും നമുക്കൊരു ദിവസം. ഇംഗ്ലീഷ് ആകുമ്പോൾ അത്രയും സ്പീഡ്, ഞാൻ മലയാളം എഴുതി പഠിച്ചാലും ഇവിടെയല്ലേ, അത്രയും സ്പീഡ് ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ ആയി, ഇപ്പോൾ വായിച്ച് കുറേ സ്പീഡായി. 50-60 പേജ് വായിക്കാൻ പറ്റുള്ളൂ. മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫിക് റീഡിംഗ് ഉണ്ട്, അത് പറ്റും. ഇംഗ്ലീഷ് അത്രയും പറ്റി തുടങ്ങിയിട്ടില്ല. ഫോട്ടോഗ്രാഫിക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഞാൻ വിശദമാക്കി തരാം. ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് നോക്കിയാൽ പേജ് മുഴുവൻ നമ്മുടെ മനസ്സിൽ ഫോട്ടോ എടുത്ത പോലെ തന്നെ വരും, കാണാതെ പറയാൻ പറ്റും. ഈ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത്ര ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും ആ സ്പീഡിലേക്ക് വരും നമ്മൾ. അപ്പോൾ വായിക്കും. അപ്പോൾ വായിച്ചു തുടങ്ങുമ്പോൾ അറിയാം ഇത് ചിലപ്പോൾ ഫിക്ഷൻ ആയിരിക്കും. ഫിക്ഷൻ ആകുമ്പോൾ സ്പീഡിൽ വായിച്ചു പോകും. ചിലപ്പോൾ വല്ല ഫ്യൂച്ചറോളജി വല്ലതായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കും. അപ്പോൾ ഓരോ ഡിപ്പെൻസ് ഓൺ ദ സബ്ജക്റ്റ്, പേജ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കും, 50 പേജ് ഒരു ദിവസം വായിക്കാൻ, 400 പേജ് ഉണ്ട്, 8 ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം. അപ്പം അത് 8 ദിവസം കൊണ്ട് വായിച്ചു തീർക്കും. മാക്സിമം പോയാൽ 9 ദിവസം. ഈ രാത്രി അന്നത്തെ കോട്ട കഴിഞ്ഞില്ല, തീർന്നില്ല എങ്കിൽ ഒരു പകലത്തെ 5 മണിക്ക് എഴുന്നേറ്റ് തലേ ദിവസം തീരാത്ത വായിക്കും. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി വായിച്ചില്ലെങ്കിൽ വായനയെ ഡീലിങ്ക് ചെയ്യപ്പെടും. നമ്മൾ ഉഴപ്പാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഉഴപ്പരുത് വായിക്കണം എന്ന് പറയും. പിന്നെ എനിക്ക് കുറച്ച് വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ബുക്കുകളും അന്നിറങ്ങുന്ന പുതിയ മലയാള നോവലുകളും മറ്റതൊക്കെ വായിക്കണം, പ്രധാനപ്പെട്ടതൊക്കെയാണ് വായിക്കണം. അപ്പോൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് വേറൊരാൾ വായിച്ചെന്ന് പറഞ്ഞാൽ എനിക്കപ്പോൾ ഞാൻ ഡൗൺ ആവും, ഡിപ്രഷനാവും. ഇപ്പോഴും എനിക്കത് കുറച്ചുണ്ട്. ഞാൻ വായിക്കുന്ന ഏരിയയല്ല, അല്ലാത്ത ഏരിയയിൽ എനിക്ക് പ്രശ്നമല്ല. ഞാൻ വായിക്കുന്ന ഏരിയയിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യായിരുന്നു
ട്രെയിനിൽ ഞങ്ങൾ പുസ്തകങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം വായിക്കാത്ത പുസ്തകം കുറേ പുസ്തകം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ വായിക്കുന്ന സെക്ടറിൽ അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കവനൻ്റ് ഓഫ് വാട്ടർ വായിച്ച് തീർത്തോ, എബ്രഹാം വർഗീസിൻ്റെ. അപ്പോൾ കവനൻ്റ് ഓഫ് വാട്ടർ ഞാൻ വായിച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചേക്കുക. ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി, ഞാൻ വായിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ അപ്പോൾ വായിച്ചിരുന്ന പുസ്തകം തീർത്തിട്ട് ഞാൻ കവനൻ്റ് ഓഫ് വാട്ടർ വായിച്ചു തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 400 പേജ് വായിച്ചിട്ടുണ്ട്. 224 പേജാണ് അതിനകത്തുള്ളത്. അങ്ങനെ ചെറിയ ഒരു വായനയോടുള്ള അങ്ങനത്തെ ചെറിയ നല്ല ശീലമാണെന്ന് എനിക്കറിയത്തില്ല. അത് അങ്ങനെ ഒരു ഡൗൺ ആയി പോകുന്നത് വേറൊരാൾ വായിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കതുണ്ട്. ഞാനത് കുറ്റസമ്മതം പോലെ പറയാണ്, മോളോട് പറയാണ്. അപ്പോൾ സ്കൂളിലെ പഠനത്തിൽ ഇതുപോലെ മത്സരബുദ്ധി വരാറുണ്ടോ? അത് പഠിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു എബോവ് ആവറേജ് ആയിട്ട് അങ്ങനെ നിൽക്കും. എല്ലാ ക്ലാസ്സുകളിലും എനിക്ക് സാമാന്യം നല്ല മാർക്കുകളുണ്ട്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയവും ഇതൊക്കെ ആണെങ്കിലും ഞാൻ നല്ല മാർക്കോടുകൂടിയാണ് എല്ലാ ക്ലാസ്സുകളും പാസ്സായത്. അന്നത്തെ കാലത്ത് കിട്ടുന്ന നല്ല മാർക്ക് എന്ന് പറയാമെന്ന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാവുന്ന മാർക്ക്. എനിക്ക് LLB കഴിഞ്ഞിട്ട് LLM-ന് ഗവൺമെൻറ് ലോ കോളേജിൽ മെറിറ്റിൽ കിട്ടാനുള്ള മാർക്ക്, ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഫുൾ ടൈമായിട്ട് നടക്കുമ്പോഴും മെറിറ്റിൽ ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ മെറിറ്റ് കിട്ടാൻ LLM-ന് മാസ്റ്റർ ഡിഗ്രിക്ക് കിട്ടാനുള്ള മാർക്ക് എനിക്കുണ്ടായിരുന്നു. ഭയങ്കര മാർക്കല്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? മലയാളം മീഡിയത്തിലായിരുന്നല്ലോ. അത് കോളേജിൽ നിന്ന് നമ്മൾ കോളേജിൽ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ആദ്യം എല്ലാവരും, ഞാൻ കൊച്ചി നഗരത്തിലെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികൾ പഠിച്ചിരുന്ന കോളേജിലാണ്, തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഭയങ്കര ഇംഗ്ലീഷിൽ പിള്ളേരെല്ലാം വർത്തമാനം പറയും ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. അത്രയും നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്തിനിടെ ഇവന്മാർ പറയണതിൽ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ, ഇവന്മാർ പറയണതിൽ കുറേ തെറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നും. സംസാര ഭാഷയാണ്, തെറ്റ് വരുത്താനല്ല. നമ്മൾ മലയാളം പറയുമ്പോൾ ശരിയായിട്ടാണോ പറയണത്? അപ്പോൾ ഞാൻ അടുത്ത് നമ്മുടെ ടീച്ചർമാർ നമ്മളെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പതുക്കെ കോൺഫിഡൻസ് ആയി. പിന്നെ നമ്മളങ്ങനെ സംസാരിച്ച് പിന്നെ വായന, ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ അപ്പോഴേക്കും ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു. ആ വായന ഇംഗ്ലീഷിലേക്ക് ഇരുന്നു. പിന്നെ എനിക്ക് വലിയ അഭിമാനം തോന്നി. പനങ്ങാട് സ്കൂളിലെ ഗ്രാമത്തിലെ മലയാളം മീഡിയത്തിൽ നെട്ടൂരിലും പഠിച്ച ഒരാൾ, എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസത്തെക്കുറിച്ച് ലെക്ചർ നടത്തുകയും അവർ കുട്ടികളെ ഞാനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയും പിന്നെ അത് കേംബ്രിഡ്ജ് ജേർണലിലേക്ക് അത് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു, എൻ്റെ പ്രസംഗവും ഇൻട്രാക്ഷൻ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ കോളേജ് ലൈഫിനെ കുറച്ചൊന്ന് പറയാം. കോളേജ് ലൈഫ് ഇതുപോലെ തന്നെ പഠനവും രാഷ്ട്രീയവും സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് പോവുമായിരുന്നു. ഞാൻ ഒരുപാട് വർഷം കോളേജിൽ പഠിച്ചിട്ടുണ്ട്. 12 വർഷം കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ വീണ്ടും LLB, LLM 12 വർഷം പഠിച്ചിട്ടുണ്ട് കോളേജിൽ. ആദ്യത്തെ ഒരു 6-7 വർഷക്കാലം എല്ലാ വർഷവും കോളേജ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. ഒരു പ്രാവശ്യം ആർട്സ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ MG സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഞങ്ങൾ കുറേ പരിപാടികളൊക്കെ നടത്തി. യുവജനോത്സവങ്ങൾ, അതുപോലെ വലിയ വലിയ പരിപാടികൾ, ഫിലിം ഫെസ്റ്റിവൽ, ഡാൻസസ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തി. പിന്നെ അന്നൊക്കെ ഉണ്ടാക്കിയ സൗഹൃദങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. കോളേജിൽ പഠിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഞങ്ങളൊരു 100 പേരോളം ഉണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. നാട്ടിലുള്ള ഒരു 10-20 പേരുമായിട്ട് നല്ല നിരന്തരമായ ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട്. ഒരു 4 പതിറ്റാണ്ട് കാലമായി നീണ്ടു നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളാണ് നമ്മുടെ ശക്തി. നമ്മളെ വിമർശിക്കുകയും നമ്മളെ തിരുത്തുകയും നമ്മളെ ശാസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കളാണ്. ആ സൗഹൃദങ്ങൾ ഭയങ്കര കരുത്താണ് പറഞ്ഞത്. ക്യാമ്പസിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഏറ്റവും വലുത് ഈ സൗഹൃദങ്ങളാണ്. പിന്നെ ക്യാമ്പസിൽ പഠിച്ചിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികളെയും ഞാൻ എത്ര വൈകി കണ്ടാലും എനിക്ക് പേരൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ 20, 25, 30 വർഷമൊക്കെ പിന്നീട് കണ്ടതിന് ശേഷം നമ്മളടുത്ത് പരിചയപ്പെടാൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പേരൊക്കെ വിളിച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ചില കുട്ടികളൊക്കെ. അത് ഞാൻ ഓർത്തിരിക്കുന്നു എന്നുള്ളത്. എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ഇലക്ഷനൊക്കെ മത്സരിക്കണോണ്ടായിരിക്കും എല്ലാവരും സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ പേരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പലരെയും കുടുംബത്തേക്ക് പോയി ചിലർ വന്നിങ്ങനെ എന്നെ ഓർമ്മയുണ്ടോ, എന്നെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അന്ന് ബെറ്റ് വയ്ക്കുക, ഒന്ന് പേര് പറയാമെന്ന് പറയും. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് പറയും. അങ്ങനെ പറയാൻ പറ്റും ചിലപ്പോൾ എനിക്ക്. അത് വയസ്സാവും തോറും നമ്മളത് കുറഞ്ഞു വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ സന്തോഷം. നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അയാളെ പേരെടുത്ത് വിളിക്കുമ്പോൾ
ഞാൻ എപ്പോഴും പറയും, കുട്ടികളോട് പറയും, നമ്മൾ ഒരാളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ പറഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുക. അയാളുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. അയാളെ നമ്മൾ ഓർത്തിരിക്കുന്നു, അയാളുടെ പേര് ഓർത്തിരിക്കുന്നു, ചിലപ്പോൾ സഹോദരങ്ങളുടെ പേര് ഓർത്തിരിക്കുന്നു, ചിലപ്പോൾ കോളേജിൽ തന്നെ പഠിച്ച കുട്ടികളുണ്ട് അവരുടെ ഇതൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കും, എടാ നിൻ്റെ സിസ്റ്റർ അവളിപ്പോൾ എവിടെയുണ്ട്? അപ്പോൾ UK അല്ലെങ്കിൽ ഗൾഫിലാണ് ഇവിടെ എന്ന് പറയും. അപ്പോൾ ആ പേര് ഞാൻ എനിക്ക് ഓർത്തൊക്കെ ഇരിക്കും. എനിക്ക് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ എനിക്ക് സൗഹൃദത്തിൻ്റെ കരുത്താണ് ക്യാമ്പസിൽ നിന്ന് കിട്ടിയത്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ. പിന്നെ ക്ലാസ്സിൽ അങ്ങനെ കയറാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. ക്ലാസ്സിലൊക്കെ അധ്യാപകർ സഹായിക്കുമായിരുന്നു എന്നെ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ണടയ്ക്കും, അവരൊക്കെ അധ്യാപകരൊക്കെ കണ്ണടയ്ക്കും. പിന്നെ എന്നോട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ നിർബന്ധിക്കില്ല ക്ലാസ്സിൽ കയറണമെന്ന്, നീ രാഷ്ട്രീയത്തിൽ വലിയ ആളാവും, നീ വലിയ ഉയർച്ചയിലെത്തും, എനിക്ക് ബോധ്യമുണ്ട്, അപ്പോൾ നീ കാര്യങ്ങളൊക്കെ നിൻ്റെ ചെയ്തു, പരീക്ഷ എടുക്കുമ്പോൾ നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. പ്രൊഫസർ നളിനബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പരീക്ഷ എടുക്കുമ്പോൾ വന്നാൽ മതി, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോൾ പരീക്ഷ എടുക്കുമ്പോൾ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും, അദ്ദേഹം പഠിപ്പിച്ചു തരും. അതൊക്കെ ഞാൻ അധ്യാപകരെയൊക്കെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നല്ല മാർക്കോടുകൂടി ക്ലാസ്സിൽ എല്ലാ ദിവസവും കയറുന്ന പലരെക്കാളും കൂടുതൽ മാർക്കോടുകൂടിയാണ് പാസ്സായത്. അപ്പം പുറം രാജ്യത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും കണ്ടിട്ട് ഇത് ഇന്ത്യയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2006 ഞാൻ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ വീൽ ചെയറിലൊക്കെ പോകും. വിദേശ രാജ്യങ്ങൾ ഭയങ്കര പ്രിവിലേജാണ് അവർക്ക് പ്രത്യേകമായ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും, പ്രത്യേക ടോയ്ലറ്റ് ഉണ്ടാവും, റാമ്പ് ഉണ്ടാവും കയറി പോകാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ സെക്രട്ടേറിയറ്റിൽ പോലും കയറാൻ പറ്റില്ല, കളക്ട്രേറ്റിൽ പോലും കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് വളരെ ശക്തമായി വാദിച്ചു. ബിൽഡിംഗ് റൂൾസ് അമെൻഡ് ചെയ്യണം. ഇനി എന്ത് ബിൽഡിംഗ് പണിതാലും ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കയറിടാം. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടുപോകാനുള്ള സ്ഥലം വേണം, ടോയ്ലറ്റ് വേണം, പാർക്കിംഗ് സ്പേസ് വേണം. അങ്ങനെ ബിൽഡിംഗ് റൂൾസ് അമെൻഡ് ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ ഏത് സ്ഥലം പണിതാലും ഈ റാമ്പ് ഉണ്ടാവും. പുറത്തുനിന്ന് കണ്ട് വന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ്, ആശുപത്രിയിൽ ഡിസ്പോസബിൾ സിറിഞ്ച് അതൊക്കെ വഴിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പറക്കി വീണ്ടും വരും. ഹെപ്പറ്റൈറ്റിസ് B വരും. ആംപുട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ റോട്ടിൽ കൊണ്ടിടുമായിരുന്നു. അത് ഞാനിതുപോലെ നിയമസഭയിൽ കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് കേരളത്തിൽ നടപ്പാക്കണം. എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇൻസിനറേറ്റർ വയ്ക്കും, ഇത് ക്രഷ് ചെയ്ത് കളയാൻ, ഇത് സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ സമയം. അതിനുശേഷമാണ് ഇമേജ് എന്ന് പറയുന്ന IMAയുടെ സംവിധാനങ്ങളും ആശുപത്രികളിൽ ഇൻസിനറേറ്ററൊക്കെ വന്നത്. അപ്പോൾ വിദേശത്ത് നിന്ന് കണ്ട് പഠിച്ച കുറേ കാര്യങ്ങളാണ്. റോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നിയോജകമണ്ഡലത്തിലെ എല്ലാ PWD റോഡും BMBC ചെയ്ത് നല്ല ടാറിയാണ്. ഞാനൊരു 4-5 വർഷം മുമ്പ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ 63 റോഡും BMBC ചെയ്ത് ബെസ്റ്റാക്കി. കുഴി ചലഞ്ച് വെച്ച് കുഴി എന്നെ കാണിച്ചു തരാം. അതായത് നല്ല റോഡാണ്, ഇപ്പോഴും നല്ല റോഡാണ്. അപ്പോൾ അതൊരു ആഗ്രഹമായിരുന്നു. അത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ റോഡ് കണ്ടിട്ട് തോന്നിയ അസൂയാണ്. നമ്മളിവിടെ പരിമിതികളുണ്ട്, നമുക്ക് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സാർ എപ്പോഴും നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം സാറിൻ്റെ വക. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ വായിക്കാറുണ്ടോ എന്നാണ്. പഠിക്കാനുള്ളത് അല്ലാതെ ഉള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാൻ. വായിക്കണം, വായിക്കാതെ പോരുത്. ഇൻഫർമേഷൻ ഈസ് ഓൺ അവർ ഫിംഗർ ടിപ്പ്. നമുക്ക് ഞങ്ങളുടെ കാലം പോലെയല്ല, നിങ്ങൾ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് ആരോ ഫീഡ് ചെയ്തേക്കണ അറിവാണ്, ഇൻഫർമേഷനാണ്. അറിവും തിരിച്ചറിവും രണ്ടാണ്. ഈ ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകണമെങ്കിൽ നല്ല വായനക്കാരാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ തിരക്കിനിടയിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഞാൻ ഭയങ്കരമായ ഭക്ഷണപ്രിയനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഭക്ഷണം അന്വേഷിച്ച് പോയി കഴിക്കുമായിരുന്നു. ഏത് വിദേശ രാജ്യത്ത് പോയാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെലീഷ്യസ് ഫുഡ് ഏതാണെന്ന് അന്വേഷിച്ച് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് അത് പോയി അവിടുത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭക്ഷണപ്രിയനായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഗൗരവമായിട്ട് കുറച്ചു. കാരണം എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണം, 18 മണിക്കൂർ ജോലി ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയ പരീക്ഷണം നടത്തി. അതായത് എൻ്റെ പകുതി വയറാകുമ്പോൾ, എൻ്റെ വിശപ്പ് പകുതിയാകുമ്പോൾ എനിക്ക് അത്രയും കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിർത്തും. അത്ര എളുപ്പമുള്ള കാര്യമല്ല, എന്നാലും ഇപ്പം ഞാനത് ശീലിച്ചു. എനിക്ക് അത്രയും കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിർത്തും. പകുതി വയർ. പ്രോഫറ്റാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അറിയാലോ. സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. ഏറ്റവും ദേഷ്യം ഹിസ്റ്ററി ആയിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഭയങ്കര ഒരു ഹിസ്റ്ററിയുടെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ, നെഹ്റുവിൻ്റെ.
അതുകൊണ്ട് ഞാൻ വലിയ ഹിസ്റ്ററിയുടെ ആരാധകനായി. ഇപ്പോൾ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ബുക്സൊക്കെ അപ്ഡേറ്റ് ചെയ്യും. മാത്തമാറ്റിക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അത് അമ്മയ്ക്ക് കണക്കിൽ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അമ്മ ബേസിക്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ വേറെ ആരും ചെയ്തു തീർക്കുന്നതിനേക്കാൾ വേഗത്തിൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യും. അപ്പം മാത്സ് പരീക്ഷ 3 മണിക്കൂർ പരീക്ഷ 1.5 മണിക്കൂറോട് തീർത്ത് പ്രോബ്ലംസൊക്കെ ചെയ്ത് എഴുന്നിട്ട് പോകും. മാത്സ് ഭയങ്കര സ്പീഡായിരുന്നു. ഇപ്പോഴും എനിക്ക് മനക്കണക്ക് പറയും. നല്ല മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗത്തിലിരുന്നപ്പോൾ 2000 വീട് വെക്കണം, പെട്ടെന്ന് ഞാൻ കണക്കൂട്ടി 350 കോടി രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി എന്നോട് ഇത്ര പെട്ടെന്ന് കണക്കൂട്ടി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മനക്കണക്കിൽ വിദഗ്ധനാണ്. അത് കണക്കെനിക്ക് ഇഷ്ടമായിരുന്നു മാത്സ്. സാറിൻ്റെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ഓണ സമയത്ത് ഉത്രാടത്തിന് വീട്ടുകാരോടൊത്ത് കതറില്ലാണ്ട്. അപ്പം വീട്ടുകാരുമായിട്ട് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര, എനിക്ക് 5 സഹോദരന്മാരും, ഞങ്ങൾ 5 സഹോദരന്മാരും ഒരു സഹോദരിയാണ്, 6 പേരുള്ളത്. ഞാനൊഴിച്ച് എല്ലാവരും ഒറ്റ കോമ്പൗണ്ടിൽ ഒരുമിച്ച് വീട് വെച്ച് താമസിക്കുകയാണ്. എനിക്കുള്ള സ്ഥലം അവർ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ ബോണ്ടാണ്. ഞങ്ങളുടെ എല്ലാ മക്കൾ തമ്മിൽ വലിയ ബോണ്ടാണ്. അത് അച്ഛനും അമ്മയും അത് ആഗ്രഹിച്ചിരുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അവർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ആളല്ല, ഒരുപാട് വിഷമിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ആളുകളാണ് മാതാപിതാക്കൾ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനെപ്പോഴും അവിടെ പോവും, എൻ്റെ മകൾ അവിടെ പോവും, വൈഫ് അവിടെ പോവും. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും, പക്ഷേ നല്ലൊരു അസാധാരണമായ ബോണ്ടും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് ചേരും. ഓണത്തിന് മാത്രമല്ല, അല്ലാത്ത സമയത്ത് ഒന്നും ചേരും. ഞാൻ അതിന് സമയം കണ്ടെത്തും. പിള്ളേർക്ക് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്? അല്ല, ഹിസ്റ്ററി ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മുമ്പിലേക്ക് നടക്കാനുള്ള ഒരുപാട് ശക്തിയും കരുത്തും നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ വായനയൊക്കെ പല സംഘങ്ങളായി. ഇപ്പം എനിക്കൊരു സംഘമുണ്ട്, കുറേ പേർക്ക് അറിയാം, 5-6 പേരുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിലുള്ള പുസ്തകങ്ങൾ വായിക്കും. ആ സിനിമകൾ കാണും, ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയും. പിന്നെ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ സ്ഥലങ്ങൾ പോയി കാണും. പിന്നെ മുഗൾ ഹിസ്റ്ററി വായിക്കും. അപ്പോൾ അത് വായിക്കുന്നത് വേറൊരു ടീമാണ്. അപ്പോൾ നമ്മൾ ട്രാഷ് വായിക്കേണ്ട, നല്ല പുസ്തകങ്ങൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നല്ല പുസ്തകങ്ങൾ അവർ വായിച്ച് സജസ്റ്റ് ചെയ്യും. ഞാൻ വായിച്ച പുസ്തകങ്ങൾ അവരോട് പറയും. എപ്പോഴും വായനയ്ക്ക് നമ്മൾ ഏത് സെക്ടറാണ് വായനയെന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പോൾ ഡോക്ടർ മുനീർ, MK മുനീർ എൻ്റെ അങ്ങനെ ഒരു ആളാണ്. അദ്ദേഹം നല്ലൊരു പുസ്തകം, ഇപ്പോൾ ഒരു ബുക്ക് സ്റ്റോളിൽ പോയി പുസ്തകം വായിച്ചാൽ ഇത് അവന് ഇഷ്ടമാവും നോക്കി, അപ്പോൾ തന്നെ ഫോൺ ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ വയ്ക്കും. വായിച്ചിട്ടില്ലെങ്കിൽ 2 എണ്ണം മേടിക്കും, 1 എനിക്ക് തരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിനകത്തും വിദേശത്തും രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ബുക്കിനെ കുറിച്ചൊക്കെ ചർച്ചയൊക്കെ അതൊക്കെ ചെയ്യും. അത് ചെറുപ്പത്തിലെ തൊട്ട് തന്നെ കൊച്ചിയിലൊരു വലിയ സർക്കിൾ ഉണ്ടായിരുന്നു. ഒരു വലിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ, അഭിഭാഷകർ, ഡോക്ടർമാർ, വലിയൊരു സർക്കിൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ അനുമതി ഉണ്ടായിരുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ ആളെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാ വെള്ളിയാഴ്ചയും ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പുസ്തകം ഒരാൾ വായിച്ചു എന്നിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ ഞാനും അതിൽ പങ്കെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ കോവിഡ് കാലത്ത് ഞാൻ വലിയ പ്രധാനപ്പെട്ട ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം ഞാൻ ആ ഓർമ്മയിൽ അതിന് പേരിട്ടത് ഡയലോഗ് വിത്ത് വീഡിയോസ് എന്നാണ്. പ്രധാനപ്പെട്ട ആളുകളെ ഇൻ്റർവ്യൂ, അത് എനിക്ക് നല്ലൊരു സ്ട്രെങ്ത് ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് അനുഭവവും പരിചയവും ഒക്കെ ഉള്ള വലിയ ആളുകൾ, വലിയ വൊറേഷ്യസ് റീഡേഴ്സ് ആയിരുന്ന ആളുകളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ആ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ നമുക്കൊരു കൊതി വരും കേൾക്കാൻ. ആ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമൊക്കെ കാണും. ഇപ്പം പിന്നെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ ഞാനാണ്. എല്ലാ ആഴ്ചയും എനിക്കൊരു പുസ്തക പ്രകാശനമുണ്ട്. ഞാൻ വായിച്ചിട്ടേ പോവുള്ളൂ. വായിച്ചിട്ട് പോയി ആ പുസ്തകത്തെക്കുറിച്ച് പറയും. എനിക്കിഷ്ടമാണ് അത് പറയാൻ. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്ന ഒത്തിരി ആൾക്കാരില്ല. അപ്പം സാറിന് ഈ ഒരു ഐഡിയ ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ബുക്കിൽ നിന്നാണ്? ഞാൻ ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞങ്ങളൊരു എൻവയൺമെൻറ്റിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളല്ല. ഞങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഞങ്ങൾ MLA-മാരായിരുന്ന സുഹൃത്തുക്കളെല്ലാവരും കൂടിയിട്ടാണ്. അപ്പോൾ ഒരു എൻവയൺമെൻറ്റ് അവയർനെസ് ഉണ്ടാകണം. പിന്നെ നമ്മൾ IPCC റിപ്പോർട്ടൊക്കെ വന്നു, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടൊക്കെ വന്നു. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഡിമാൻഡ് ചെയ്യുകയാണ് ഇതിനൊക്കെ ഇങ്ങനെ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം. കേരളം വൾണറബിൾ ഏരിയയാണ്, ലാൻഡ് സ്ലൈഡ് വരും, എക്സ്ട്രീം ഹെവി റെയിൻ വരും, മറ്റേ ക്ലൗഡ് ബേസ്റ്റ് വരും, കള്ളക്കടൽ പ്രതിഭാസമുണ്ട്, ചക്രവാത, ഇതൊക്കെ പുതിയ വാക്കാണ്, നിങ്ങൾ പോലും ചെറുപ്പത്തിൽ കേൾക്കാത്ത വാക്കുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഭയമുണ്ട്. അപ്പം ഞാൻ ഡെവലപ്മെൻറ്റിനെ നമ്മൾ കാണുമ്പോൾ
എൻവയൺമെൻറ്റിനെ കൂടി ഇനിയുള്ള എല്ലാ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളുടെയും മേജർ കമ്പോണൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിലാക്കിയിട്ട് ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അതാണ്. അപ്പം ഞാൻ ഈ വയനാട് ദുരന്തം ഉണ്ടായതിൻ്റെ 2 ആഴ്ച മുമ്പുള്ള അസംബ്ലിയിൽ അവസാനം നടത്തിയ പ്രസംഗത്തിലും സർക്കാരിനോട് ഇങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് അഡ്രസ്സ് ചെയ്യുന്നില്ല, അപകടത്തിലേക്ക് പോകും, ക്ലൈമറ്റ് ചേഞ്ച് അഡ്രസ്സ് ചെയ്യണമെന്ന്. അത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വായന കൊണ്ടും നമ്മൾ അറിവുള്ള ആളുകളോട് അതിൻ്റെ എക്സ്പേർട്സൊക്കെ ആയിട്ട് നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ ഇന്നലെ ഒരുപാട് പേരായിട്ട് സംസാരിച്ചു. പിന്നെ നമ്മുടെ ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഈ വായിക്കുകയും അറിവുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ചില സബ്ജക്റ്റോട് നമ്മൾ പാഷനേറ്റ് ആവും. അപ്പോൾ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും, നമ്മളത് പറയണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഭയങ്കരമായിട്ട് വരും. എനിക്ക് അങ്ങനെയാണ്. ഞാൻ നേച്ചർ, എൻവയൺമെൻറ്റ് അതിനോടൊക്കെ ഒരു വല്ലാത്ത പ്രണയമുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഭാവിയൊക്കെ വേണ്ടി മാറ്റിവെച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് സാർ. ഭാവിക വലിയൊരു പുതുമയേറിയ ഒരു വലിയ സംരംഭമാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർ ജി തോമസിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഉദ്യോഗസ്ഥൻ നിലയിൽ മാത്രമല്ല, നല്ല ആശയങ്ങളുള്ള, നൂതനമായ ആശയങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരാളാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലും കൂടി ഭാവികയുടെ സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളെ കൈപിടിച്ച് പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വെറും നമ്മൾ പരീക്ഷ കാണാതെ പഠിച്ച് എഴുതി പാസ്സാവുന്ന കുട്ടികളുടെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ കഴിവുള്ള മിടിമിടിക്കുകളും മിടുമിടുക്കന്മാരുമാണ്. അവരെ ഒരു നല്ല ഒരു ലോകത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ ഭാവികയ്ക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നു. എല്ലാ കുട്ടികളും നല്ല മിടുക്കരായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.